നമുക്കിന്ന് ഈ മാല ഉണ്ടാക്കാം. സിമ്പിളാണ്. ആദ്യം ഇതിന് കനം കുറഞ്ഞ ചെയിൻ എടുക്കണം. ചെയിൻ എടുത്തിട്ട് ഒരു ഫ്യൂസ് സ്റ്റാർ എടുക്കുക. ഫ്യൂസ് സ്റ്റാറിനെ ഇങ്ങനെ ആ കമ്പി ചെയിനിൻ്റെ അറ്റത്തോടെ ഇങ്ങനെ പതുക്കെ കയറ്റിയിട്ട് ഒരു പ്ലെയർ ഉണ്ട്, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തിട്ട് നമുക്കിതിനെ ചുറ്റിയെടുക്കണം. ഈ ഫ്യൂസ് സ്റ്റാറിനെ ചുറ്റിയെടുക്കണം. അത് 2-3 ഇങ്ങനെ ചുറ്റണം. കാരണം നമുക്ക് ഈ കുഞ്ഞ് ചെയിനിലൂടെ നമുക്ക് ഗിയർ ലോക്ക് ഒന്നും ഇടാൻ പറ്റില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കമ്പി എടുത്ത് ചുറ്റണത്. ഇതാണ് ഗിയർ ലോക്ക്. കുഞ്ഞ് മുത്താണ്. അത് ഇതിനകത്തൂടെ കയറ്റണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ലോക്ക് ഇടാനാണ്. മാലയുടെ അറ്റത്തുള്ള ലോക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ചെയ്യണത്. എന്നിട്ട് ഇതാണ് ലോക്ക് കൊളുത്തെടുത്തിട്ട് കൊളുത്തിൻ്റെ ഒരറ്റം ഇതേപോലെ കയറ്റണം. കയറ്റിയിട്ട് ഈ കമ്പി ഇങ്ങനെ മടക്കി ആ ഗിയർ ലോക്കിൻ്റെ ആ അളവ് വരെ എത്തത്തക്ക രീതിയിൽ ചുറ്റണം. അതും 2 ചുറ്റി മതി. കൂടുതൽ ചുറ്റിയാൽ നമുക്ക് ഗിയർ ലോക്ക് ഈ ചുറ്റിനകത്തൂടെ കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് 2 ചുറ്റണം. ചുറ്റിയിട്ട് എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കളയണം. എക്സ്ട്രാ വരുന്ന കമ്പി കട്ട് ചെയ്തിട്ട് ഗിയർ ലോക്ക് നമ്മൾ കമ്പി കട്ട് ചെയ്തതിൻ്റെ അറ്റം ഇങ്ങനെ സൂചി പോലെ ഇരിക്കില്ലേ, അത് നമ്മുടെ കഴുത്തിൽ കുത്തുക. അപ്പോൾ കുത്താതിരിക്കാൻ വേണ്ടി ആ കട്ട് ചെയ്തത് ഗിയർ ലോക്കിന് അകത്ത് വരത്തക്ക രീതിയിൽ വെച്ച് അതിനെ ഇതേപോലെ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗം ഈ ഗിയർ ലോക്കിനകത്താവും. അപ്പോൾ നമുക്ക് കഴുത്തിൽ കുത്തൂല. ഇതേപോലെ മറ്റേതെങ്കിലും ചെയ്യണം. അടുത്ത എൻഡിൽ ഇതേപോലെ ഫ്യൂസ് വയർ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും. നേരത്തെ പോലെ ഫ്യൂസ് വയർ കയറ്റുക. എന്നിട്ട് നോസ് പ്ലെയർ വെച്ചിട്ട് അത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഈ ഫ്യൂസ് വയറിന് ചുറ്റിയെടുക്കണം. ചുറ്റിയെടുത്ത് ഒരു സൂചി പോലെ ആക്കി ചുറ്റിയെടുക്കുക. ഇങ്ങനെ ചുറ്റിയെടുക്കുന്നത്. അടുത്ത് സെയിം അതേപോലെ നേരത്തെ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഗിയർ ലോക്ക് ഇവിടെ ഇടണം. ഗിയർ ലോക്ക് ഇതിൻ്റെ അറ്റത്ത് ഇടണം. ഗിയർ ലോക്ക് ഇതേപോലെ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നേരത്തെ കുളത്തിൻ്റെ മറ്റേ എൻ്റെ ഈ സൈഡിൽ കൊടുത്തിട്ട് നേരത്തെ പോലെ തന്നെ വളച്ചിട്ട് ചുറ്റിയെടുക്കുക. ചുറ്റിയിട്ട് എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കൊടുക്കുക. സാവധാനം ചുറ്റിയാൽ മതി. അത് കുഞ്ഞ് വയറായതുകൊണ്ട്, കുഞ്ഞ് ചെയിനായതുകൊണ്ട് കുറച്ച് പാടാണ്. അപ്പോൾ സാവധാനം ചുറ്റിയിട്ട് എക്സ്ട്രാ വരുന്നത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് ഗിയർ ലോക്ക് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നോസ് പ്ലെയർ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ സെറ്റായിട്ടിരിക്കും. അങ്ങനെ കൊളുത്തിൻ്റെ പണി കഴിയും. നമ്മുടെ ചെയിൻ റെഡി ആയിട്ടുണ്ട്. കൊളുത്തൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ചെയിനായതുകൊണ്ട് നമുക്ക് ചെറിയ ജംപ് റിങ് വേണം. അതിന് നേരത്തിരിക്കുന്നത് ഗേജ് വയർ എന്ന് പറയും. 0.4 mm ഗേജ് വയറാണ് നമ്മൾ ജ്വല്ലറിയൊക്കെ ഉണ്ടാക്കുന്ന. അതെടുത്തിട്ട് നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് പെന്നിൻ്റെ അറ്റത്ത് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് അതെടുത്തിട്ട് ഇത് നമ്മുടെ നൂലൊക്കെ കട്ട് ചെയ്യണ കത്തി പോലത്തത്, അതെടുത്തിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കുഞ്ഞിങ്ങനെ കിട്ടും. ഇത് പെൻഡൻ്റാണ്. ഈ പെൻഡൻ്റാണ് അതിൽ ഇടുന്നത്. അപ്പോൾ ഈ പെൻഡൻ്റ് എടുത്തിട്ട് നമ്മുടെ ജംപ് റിങ് ഇങ്ങനെ കൊളുത്തിയെടുത്തിട്ട് നമ്മൾ കറക്റ്റ് മിഡിൽ പൊസിഷൻ എടുക്കണം. ചെയിൻ്റെ മിഡിൽ പോർഷൻ എടുത്തിട്ട് അതിനകത്തേക്ക് ഈ ലോക്കറ്റ് ഇടണം. ഇത് തീരെ കുഞ്ഞ് കണ്ണിയായതുകൊണ്ടാണ് ഞാൻ ജംപ് റിങ് 0.4 mm ഗേജ് വയർ വെച്ചിട്ട് ഉണ്ടാക്കിയത്. അത് വെച്ചിട്ട് അതിനകത്തൂടെ ആ കുഞ്ഞ് കണ്ണിക്കകത്തൂടെ എടുത്തിട്ട് അത് ഇങ്ങനെ നമ്മൾ നോസ് പ്ലെയർ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും കുഞ്ഞ് ലോക്കറ്റുള്ള നമ്മുടെ സിമ്പിൾ ചെയിൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.